ചെമ്പാവ് പൊന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂഞ്ചിരിയോ തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിണ്ടിന്നോ തനതിന്റെ താനാതിന്റെ തിണ്ടിന്നോ. ഹലോ മക്കേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem Learning. It's me ശ്രീ ഭാമ SB. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ദൈവമേ മിസ് ഇന്ന് ഫുഡ് ഐറ്റം ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത്, നല്ല അടിപൊളി ചോറിതാ വിളമ്പി നമുക്കിന് കഴിക്കാൻ തോന്നുന്ന അടിപൊളി സദ്യ അല്ലേ. എല്ലാവർക്കും ഇഷ്ടമല്ലേ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്? നല്ല കുറേ 4 കൂട്ടം പായസവും ഉപ്പേരി എല്ലാം കൂടെ കൂടിയിട്ട് ഒരു അടിപൊളി സദ്യ കഴിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് എന്തായിരിക്കും മിസ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏകദേശം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഫുഡാണ് മക്കളെ നമ്മുടെ മെയിൻ. ഫുഡ് വിട്ടിട്ടൊരു പരിപാടി ഉണ്ടോ? ഫുഡ് വിട്ടിട്ട് നമ്മളൊരു പരിപാടിയേ ഇല്ല. സോ ഇന്ന് ഫുഡിനെ പറ്റിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഒരു കാര്യം പഠിക്കാൻ പോവാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും വെറൈറ്റി ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ലേ? പല ടൈപ്പ് ഫുഡ് ഉണ്ട് അല്ലേ. ഇപ്പൊ ചോറുണ്ട്, പപ്പടം ഉണ്ട്, അതേപോലെ തന്നെ ബിരിയാണി ഉണ്ട്, മന്തി ഉണ്ട്, ഇങ്ങനെ ഇഷ്ടം പോലെ ഫുഡാണ് നമ്മുടെ മെയിൻ. അപ്പൊ എല്ലാവർക്കും ഫുഡീസ് ആയിരിക്കും അല്ലെ. എല്ലാവർക്കും ഇഷ്ടമുള്ള പരിപാടിയാണ്, മടുക്കാത്ത പരിപാടിയാണ് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മൾ ഫുഡിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കണം മക്കളെ, മിസ് കുറേ ഫുഡ് ഐറ്റംസ് ഇതാ മിസ്സിന്റെ ചുറ്റും വെച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയുണ്ട്? ഇതാ പുട്ടുണ്ട്, കടലയുണ്ട്, അതുപോലെ തന്നെ പൊറോട്ടയുണ്ട്, ദോശയുണ്ട്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് അല്ലേ. നമ്മൾ പല ഫുഡുകളും കഴിക്കാറുണ്ട്. അപ്പൊ അതിൽ പലപ്പോഴും എല്ലാവരും പറയുന്നതാണ്, നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ നിങ്ങളോട് പറയുന്നതാണ്, ഒരേ ടൈപ്പ് ഫുഡ് തന്നെ നമ്മൾ കുറേ കഴിക്കരുത് എന്ന് പറയാറുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് മക്കളെ അങ്ങനെ പറയുന്നത്? അപ്പൊ നമ്മൾ ഒരു ദിവസം ഇപ്പോൾ പുട്ടാ നമ്മൾ കഴിച്ചെന്നുണ്ടെങ്കിൽ പിറ്റേ ഡേ നമ്മൾ എന്താ കഴിക്കുക? ചപ്പാത്തി ആയിരിക്കും കഴിക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ഡേ നമ്മൾ ചിലപ്പോൾ അപ്പം കഴിക്കും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നത്. ഒരേ സാധനം നമ്മൾ കഴിക്കാൻ നോക്കാറില്ല. അപ്പൊ നിങ്ങളുടെ അമ്മമാർ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുള്ളൂ. യെസ്. അപ്പൊ എല്ലാ ഫുഡ് ഐറ്റംസും എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാനുള്ള റീസൺ എന്താണ്? മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിനകത്തൊക്കെ ഓരോരോ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോരോ ടൈപ്പിലും ഓരോരോ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നട്ട്സിൽ അടങ്ങിയിട്ടുള്ള സാധനമല്ല, വെജിറ്റബിൾസിൽ, ബ്രെഡിൽ വേറെ, ആൻഡ് ഗ്രെയിൻസിൽ, സാലഡിൽ, മീറ്റിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അതെല്ലാം നമ്മുടെ ബോഡിക്ക് വേണ്ടതാണ്. നമ്മൾ ചാടണമെങ്കിലും ഓടണമെങ്കിലും ഡാൻസ് കളിക്കണമെങ്കിലും ഒക്കെ എന്ത് വേണം മക്കളെ? ഈ പറഞ്ഞ പോലെ നമ്മൾ ഫുഡിൽ നിന്ന് വേണ്ടിയിട്ടുള്ള ഈ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും മിനറൽസ് വാട്ടറും എല്ലാം നമുക്ക് എന്താണ് ആവശ്യമുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തന്നെയാണ് കാർബോഹൈഡ്രേറ്റ്സ്. എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ തന്നെ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. റെഡി? അപ്പൊ നോക്ക്, മിസ് വെച്ചിട്ടുള്ളത് ഗോതമ്പാണ് അല്ലേ. വീറ്റിൽ എന്താ അടങ്ങിയിട്ടുള്ളത്? നമ്മളെപ്പോഴും ഗോതമ്പ് കഴിക്കണം, ചപ്പാത്തി കഴിക്കണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇടയ്ക്കൊക്കെ കഴിക്കണം അല്ലേ. ഇത് ഇൻക്ലൂഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ്, ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്. ഇത് നമ്മുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. റെഡി? ആൻഡ് അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്ന ഡോക്ടേഴ്സ് ഇപ്പം എന്തൊരു അസുഖം വന്ന് പോയാലും നമ്മുടെ അടുത്ത് പറയുന്ന കാര്യമാണ് ഫിഷ് ഇൻക്ലൂഡ് ചെയ്യണം എന്നല്ലേ. ഫിഷ് ഒരിക്കലും ആരും കഴിക്കണ്ട എന്ന് പറയാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതിനകത്ത് പ്രോട്ടീൻസ് ഉണ്ട്, ധാരാളം പ്രോട്ടീൻസ് നമ്മുടെ ഫിഷിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിഷ് ഐറ്റംസ് ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൊഴുപ്പ്. നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിന് വേണ്ട കൊഴുപ്പുണ്ട്. നല്ല കൊഴുപ്പുണ്ട്, ചീത്ത കൊഴുപ്പുണ്ട്. ചീത്ത കൊഴുപ്പ് കൂടുമ്പോഴാണ് പ്രശ്നം വരുന്നത് അല്ലേ. അപ്പോൾ ഗുഡ് കൊളസ്ട്രോളും ഉണ്ട്, ബാഡ് കൊളസ്ട്രോളും ഉണ്ട് പറയുന്ന പോലെ നമ്മുടെ ഫാറ്റും എന്താണ്? കൊഴുപ്പ് എന്ന് പറയുന്നത് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്? കോക്കനട്ട് ഓയിലിനകത്തൊക്കെ ഫാറ്റാണ്, കൊഴുപ്പാണ് അടങ്ങിയിട്ടുള്ളത്. റെഡി? ഇനി അടുത്തതാ വൈറ്റമിൻസ്. പച്ചക്കറി അല്ലെ, വെജിറ്റബിൾസ് എപ്പോഴും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണേ. അതേപോലെ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ അതിനകത്തേക്ക് എന്തുണ്ട്? വൈറ്റമിൻസ് അഥവാ വിറ്റാമിൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അതും നമുക്ക് എന്താണ്? നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. അങ്ങനെ ഓരോരോ ഫുഡ് ഐറ്റംസിൽ നോക്ക്, ഓരോരുത്തരും പറയാണ്, നമ്മുടെ വീറ്റ് പറയാണ് ഞങ്ങളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തു, ഞങ്ങളിൽ ധാന്യകമുണ്ട്. ഫിഷ് പറഞ്ഞു അതേ സമയത്ത് എനിക്ക് പ്രോട്ടീൻ ഉണ്ട്. ആൻഡ് കോക്കനട്ട് ഓയിൽ കൊഴുപ്പുണ്ട് എന്ന് പറഞ്ഞു. ധാതു ലവണങ്ങളും വിറ്റാമിനുകളും ഞങ്ങൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും തരുന്നുണ്ടെന്ന് അവരും പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഷുവറായിട്ടും ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ. ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരാളെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്ക് ഇത് പഠിക്കണം കേട്ടോടാ. ഏതൊക്കെ ഇതിലാണെന്ന്? കാർബോഹൈഡ്രേറ്റ് വീറ്റിലാണെങ്കിൽ, പ്രോട്ടീൻസ് ഫിഷിലാണെന്നും, ഫാറ്റ് കോക്കനട്ട് ഓയിലാണെന്നും, വൈറ്റമിൻസ് ഇതിലാണെന്നുള്ളത് പഠിച്ചു വെക്കണം. എക്സാമിന് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ. അപ്പം നമ്മൾ ഓടണമെങ്കിലും ചാടണമെങ്കിലും ഒക്കെ നമുക്ക് എന്താ? എനർജി വേണം അല്ലേ. ഇപ്പം മിസ്സിന് നിങ്ങൾ എനർജറ്റിക് ആയിട്ട് ക്ലാസ് എടുക്കണമെങ്കിൽ എന്താ? മിസ്സിന് ഫുഡ് കഴിച്ചിരിക്കണം. ഫുഡ് കഴിക്കാണ്ട് മിസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാ മക്കളെ സുഖമല്ലേ ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇപ്പം മിസ്സാണ് ചോദിക്കുന്നത് ഹലോ മക്കളെ എന്തൊക്കെയുണ്ടടാ എന്ന് ചോദിക്കുന്നുണ്ട്. ആ എനർജി ഡിഫറൻസ് ഒക്കെ മനസ്സിലായില്ലേ? കാരണം
മിസ് ഇന്ന് ഫുഡ് കഴിച്ചു, അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ റൺ ചെയ്യണമെങ്കിലോ നമ്മൾ വർക്കൗട്ട് ചെയ്യണമെങ്കിലോ നമ്മൾ ചാടണമെങ്കിലോ ഓടണമെങ്കിലോ എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? മെയിനായിട്ട് ഒരാൾ ആവശ്യമാണ്. ആ ഒരാളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതാണ് കാർബോഹൈഡ്രേറ്റ്സ് അഥവാ ധാന്യകം എന്ന് പറയും. ഓക്കെ, അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് പേര് തന്നെയുണ്ട്, നിങ്ങൾ അങ്ങനെ ആലോചിക്കാം. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഒരു ഓക്സിജനും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ CHO എന്ന് പഠിച്ചാൽ മതി. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, CHO. റെഡി? സോറി. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള ധർമ്മം. കണ്ടോ, നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതിനുള്ള എനർജി തരിക എന്നുള്ളതാണ് മെയിനായിട്ട് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. പല ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ് കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പുട്ട്, അപ്പം ഒക്കെ നമ്മൾ ഡിഫറെൻറ്റ് ഡിഷസ് അല്ലേടാ, പക്ഷെ അതിനകത്തൊക്കെ എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വിവിധ രൂപങ്ങളാണ്. അപ്പം ധാന്യകങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിലും അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായിട്ട് കാണുന്നുണ്ട്. കണ്ടോ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ കഴിക്കണം എന്ന് പറയാറില്ലേ മെജോറിറ്റി പറയുന്നത്. അപ്പം എന്ത് അസുഖം വന്നാലും ഈ സാധനങ്ങളൊക്കെ കഴിക്കണം എന്ന് എപ്പോഴും നമ്മൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ പറയുന്ന കാര്യമാണ് അല്ലേ. അപ്പം നമുക്ക് കാർബോഹൈഡ്രേറ്റ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇറ്റ് ചീഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് എനർജി ഫോർ ദ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള എനർജി തരിക. ആൻഡ് സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആർ ദ ഡിഫറെൻറ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് മിസ് പറഞ്ഞത്. കാർബോഹൈഡ്രേറ്റ് പ്രസൻറ്റ് ഇൻ പ്ലെൻറ്റി ഇൻ സീരിയൽസ് ആൻഡ് ട്യൂബേഴ്സിലും സീരിയൽസിലൊക്കെ ധാരാളമായിട്ട് സ്റ്റാർച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫുഡ് കഴിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. ഈ പറയുന്ന പോലെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഭക്ഷണം നിങ്ങൾ കഴിക്കണം. എല്ലാം വേണം, വിറ്റമിൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, മാംസ്യം വേണം, കുറഞ്ഞ അളവിൽ നമ്മൾ ഫാറ്റും ആവശ്യമാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ അതെല്ലാം നോക്കിയിട്ടുള്ള നല്ലൊരു പ്ലാനിങ്ങോട് കൂടെ വേണം എന്ത് ചെയ്യണം? ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മിസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. ഇത് എക്സാമിനും ചോദിക്കും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേസാണ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ മിസ് വരാം. അതുവരേക്കും ബൈ ബൈ, സീ യു ഡിയേഴ്സ്, ബൈ ബൈ.